അധ്യായം 58 അൽ മുജാദില. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 22. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. തന്റെ ഭർത്താവിനെക്കുറിച്ച് നിന്നോട് തർക്കിക്കുകയും അല്ലാഹുവോട് ആവലാതിപ്പെടുകയും ചെയ്യുന്നവളുടെ വാക്കുകൾ അല്ലാഹു കേട്ടിരിക്കുന്നു. തീർച്ച അല്ലാഹു നിങ്ങളിരുവരുടെയും സംഭാഷണം ശ്രവിക്കുന്നുണ്ട്. നിശ്ചയമായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. നിങ്ങളിൽ ചിലർ ഭാര്യമാരെ ലിഹാർ ചെയ്യുന്നു. എന്നാൽ ആ ഭാര്യമാർ അവരുടെ മാതാക്കളല്ല, അവരെ പ്രസവിച്ചവർ മാത്രമാണ് അവരുടെ മാതാക്കൾ. അതിനാൽ നീചവും വ്യാജവുമായ വാക്കുകളാണ് അവർ പറയുന്നത്. അല്ലാഹു വളരെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനും. والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുകയും പിന്നീട് തങ്ങൾ പറഞ്ഞതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നവർ ഇരുവരും പരസ്പരം സ്പർശിക്കും മുമ്പേ ഒരടിമയെ മോചിപ്പിക്കണം. നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത്. നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ആർക്കെങ്കിലും അടിമയെ കിട്ടുന്നില്ലെങ്കിൽ അവർ ശാരീരിക ബന്ധം പുലർത്തും മുമ്പേ പുരുഷൻ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ആർക്കെങ്കിലും അതിനും കഴിയാതെ വരുന്നുവെങ്കിൽ അയാൾ 60 അഗതികൾക്ക് അന്നം നൽകണം. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലുമുള്ള വിശ്വാസം സംരക്ഷിക്കാനാണിത്. അല്ലാഹു നിശ്ചയിച്ച ചിട്ടകളാണിവ. സത്യനിഷേധികൾക്ക് നോവേറിയ ശിക്ഷയുണ്ട്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وقد أنزلنا آيات بينات وللكافرين عذاب مهين. അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെച്ചു പുലർത്തുന്നവർ തങ്ങളുടെ മുൻഗാമികൾ നിന്ദിക്കപ്പെട്ട പോലെ നിന്ദിതരാകും. നാം വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായും സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. അല്ലാഹു സകലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം
അവരതൊക്കെ മറന്നിരിക്കാമെങ്കിലും അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അല്ലാഹു സകല കാര്യങ്ങൾക്കും സാക്ഷിയാണ്. ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ലേ? മൂന്നാളുകൾക്കിടയിൽ ഒരു രഹസ്യഭാഷണവും നടക്കുന്നില്ല നാലാമനായി അല്ലാഹുവില്ലാതെ. അല്ലെങ്കിൽ അഞ്ചാളുകൾക്കിടയിൽ സ്വകാര്യ ഭാഷണം നടക്കുന്നില്ല ആറാമനായി അവനില്ലാതെ. എണ്ണം ഇതിനേക്കാൾ കുറയട്ടെ കൂടട്ടെ, അവർ എവിടെയുമാകട്ടെ, അല്ലാഹു അവരോടൊപ്പമുണ്ട്. പിന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പുനരുദ്ധാന നാളിൽ അവരെ ഉണർത്തുകയും ചെയ്യും. അല്ലാഹു സർവജ്ഞനാണ് തീർച്ച. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول وإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. വിലക്കപ്പെട്ട ഗൂഢാലോചന വീണ്ടും നടത്തുന്നവരെ നീ കണ്ടില്ലേ? പാപത്തിനും അതിക്രമത്തിനും ദൈവദൂതനെ ധിക്കരിക്കാനുമാണ് അവർ ഗൂഢാലോചന നടത്തുന്നത്. അവർ നിന്റെ അടുത്തു വന്നാൽ അല്ലാഹു നിന്നെ അഭിവാദ്യം ചെയ്തിട്ടില്ലാത്ത വിധം അവർ നിന്നെ അഭിവാദ്യം ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ പേരിൽ അല്ലാഹു ഞങ്ങളെ ശിക്ഷിക്കാത്തതെന്ത് എന്ന് അവർ സ്വയം ചോദിക്കുകയും ചെയ്യുന്നു. അവർക്ക് അർഹമായ ശിക്ഷ നരകം തന്നെ, അവരതിലിരിയും. അവരെത്തുന്നിടം എത്ര ചീത്ത. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. വിശ്വസിച്ചവരെ, നിങ്ങൾ രഹസ്യാലോചന നടത്തുകയാണെങ്കിൽ അത് പാപത്തിനും അതിക്രമത്തിനും പ്രവാചകധികാരത്തിനും വേണ്ടിയാവരുത്. നന്മയുടെയും ഭക്തിയുടെയും കാര്യത്തിൽ പരസ്പരാലോചന നടത്തുക. നിങ്ങൾ ദൈവഭക്തരാവുക. അവസാനം നിങ്ങൾ ഒത്തുകൂടുക അവന്റെ സന്നിധിയിലാണല്ലോ. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. ഗൂഢാലോചന തീർത്തും പൈശാചികം തന്നെ. വിശ്വാസികളെ ദുഃഖിതരാക്കാൻ വേണ്ടിയാണത്. എന്നാൽ അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അതവർക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وَإِذَا قِيلَ انشُزُوا فَانشُزُوا يَرْفَعِ اللَّهُ الَّذِينَ آمَنُوا مِنكُمْ وَالَّذِينَ أُوتُوا الْعِلْمَ دَرَجَاتٍ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ. സത്യവിശ്വാസികളെ, സദസ്സുകളിൽ
മറ്റുള്ളവർക്ക് സൗകര്യമൊരുക്കിക്കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നീങ്ങിയിരുന്ന് ഇടം നൽകുക. എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും സൗകര്യമൊരുക്കിത്തരും. പിരിഞ്ഞു പോവുക എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോവുക. നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും അറിവ് നൽകപ്പെട്ടവരുടെയും പദവികൾ അല്ലാഹു ഉയർത്തുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജയ്തുമുർ റസൂല ഫഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖഹ ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم. വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവദൂതനുമായി സ്വകാര്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ ഭാഷണത്തിനു മുമ്പായി വല്ലതും ദാനമായി നൽകുക. അതു നിങ്ങൾക്ക് പുണ്യവും പവിത്രവുമത്രേ. അഥവാ നിങ്ങൾക്ക് അതിന് കഴിവില്ലെങ്കിൽ അപ്പോൾ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. തീർച്ച. أأشفقتم أن تقدموا بين يدي نجواكم صدقات فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون. നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾക്ക് മുമ്പേ വല്ലതും ദാനം നൽകണമെന്നത് നിങ്ങൾക്ക് വിഷമകരമായോ? നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുകയും അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം മാ ഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. ദൈവകോപത്തിനിരയായ ജനതയുമായി ഉറ്റബന്ധം സ്ഥാപിച്ച കപടവിശ്വാസികളെ നീ കണ്ടില്ലേ? അവർ നിങ്ങളിൽപ്പെട്ടവരോ ജൂതന്മാരിൽപ്പെട്ടവരോ അല്ല. അവർ ബോധപൂർവം കള്ളസത്യം ചെയ്യുകയാണ്. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അല്ലാഹു അവർക്ക് കൊടിയ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തും ചീത്ത തന്നെ. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. തങ്ങളുടെ ശപഥങ്ങളെ അവർ ഒരു മറയായി ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവർ ജനങ്ങളെ ദൈവമാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്നു. അതിനാൽ അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട്. ലൻ തുഗ്നിയ അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. തങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അല്ലാഹുവിൽ നിന്ന് രക്ഷ നേടാൻ അവർക്ക് ഒട്ടും ഉപകരിക്കുകയില്ല. അവർ നരകാവകാശികളാണ്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ശൈഇ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവരെയെല്ലാം അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം അവർ നിങ്ങളോട് ശപഥം ചെയ്യുന്നതുപോലെ അവനോടും ശപഥം ചെയ്യും. അതുകൊണ്ട് തങ്ങൾക്ക് നേട്ടം കിട്ടുമെന്ന് അവർ കരുതുകയും ചെയ്യും. അറിയുക, തീർച്ചയായും അവർ കള്ളം പറയുന്നവർ തന്നെ. استحوذ عليهم الشيطان فأنساهم ذكر الله أولئك
أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون. പിശാച് അവരെ തന്റെ പിടിയിലൊതുക്കിയിരിക്കുന്നു. അങ്ങനെ അല്ലാഹുവെ ഓർക്കുന്നതിൽ നിന്ന് അവനവരെ മറപ്പിച്ചിരിക്കുന്നു. അവരാണ് പിശാചിന്റെ കക്ഷി. അറിയുക, നഷ്ടം പറ്റുന്നത് പിശാചിന്റെ കക്ഷിക്കാർക്കു തന്നെയാണ്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെക്കുന്നവർ പരമനിന്ദ്യരിൽപ്പെട്ടവരത്രേ. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഉറപ്പായും താനും തന്റെ ദൂതന്മാരും തന്നെയാണ് വിജയം വരിക്കുക എന്ന് അല്ലാഹു വിധി എഴുതിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹു സർവശക്തനും അജയ്യനുമാണ് തീർച്ച. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അല്ലാഹുവോടും അവന്റെ ദൂതനോടും വിരോധം വെച്ചു പുലർത്തുന്നവരോട് സ്നേഹബന്ധം സ്ഥാപിക്കുന്നതായി നിനക്ക് കാണാനാവില്ല. ആ വിരോധം വെച്ചു പുലർത്തുന്നവർ സ്വന്തം പിതാക്കന്മാരോ പുത്രന്മാരോ സഹോദരന്മാരോ മറ്റു കുടുംബക്കാരോ ആരായിരുന്നാലും ശരി, അവരുടെ മനസ്സുകളിൽ അല്ലാഹു സത്യവിശ്വാസം സുദൃഢമാക്കുകയും തന്നിൽ നിന്നുള്ള ആത്മചൈതന്യത്താൽ അവരെ പ്രബലരാക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ അവരെ താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അതിലവർ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹു അവരിൽ സംതൃപ്തനായിരിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ച് അവരും സംതൃപ്തരായിരിക്കും. അവരാണ് അല്ലാഹുവിന്റെ കക്ഷി. അറിയുക, ഉറപ്പായും അല്ലാഹുവിന്റെ കക്ഷിക്കാർ തന്നെയാണ് വിജയം വരിക്കുന്നവർ. അധ്യായം 59 അൽ ഹശ്ർ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 24. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയെല്ലാം അല്ലാഹുവെ കീർത്തിക്കുന്നു. അവൻ അജയ്യനും യുക്തിമാനുമത്രേ. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ മാ ظننتم أن يخرجوا وظنوا أنهم مانعتهم حصونهم من الله فأتاهم الله من حيث لم يحتسبوا وقذف في قلوبهم الرعب يخربون بيوتهم بأيديهم وأيدي المؤمنين فاعتبروا يا أولي الأبصار. ഒന്നാമത്തെ പടപ്പുറപ്പാടിൽ തന്നെ വേദക്കാരിലെ സത്യനിഷേധികളെ അവരുടെ പാർപ്പിടങ്ങളിൽ നിന്ന് പുറത്താക്കിയത് അവനാണ്.
അവർ പുറത്തു പോകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നില്ല. അവരോ തങ്ങളുടെ കോട്ടകൾ അല്ലാഹുവിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് കരുതി കഴിയുകയായിരുന്നു. എന്നാൽ അവർ തീരെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവരുടെ നേരെ ചെന്നു. അവൻ അവരുടെ മനസ്സുകളിൽ പേടി പടർത്തി. അങ്ങനെ അവർ സ്വന്തം കൈകൾ കൊണ്ടുതന്നെ തങ്ങളുടെ പാർപ്പിടങ്ങൾ തകർത്തുകൊണ്ടിരുന്നു, സത്യവിശ്വാസികൾ തങ്ങളുടെ കൈകളാലും. അതിനാൽ കണ്ണുള്ളവരെ ഇതിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. ولولا أن كتب الله عليهم الجلاء لعذبهم في الدنيا ولهم في الآخرة عذاب النار. അല്ലാഹു അവർക്ക് നാടുകടത്തൽ ശിക്ഷ വിധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൻ അവരെ ഈ ലോകത്ത് വെച്ചു തന്നെ ശിക്ഷിക്കുമായിരുന്നു. പരലോകത്ത് അവർക്ക് നരകശിക്ഷയാണുണ്ടാവുക. ذلك بأنهم شاقوا الله ورسوله ومن يشاق الله فإن الله شديد العقاب. അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും എതിർത്തതിനാലാണിത്. അല്ലാഹുവോട് വിരോധം വെച്ചു പുലർത്തുന്നവർ അറിയണം, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ما قطعتم من لينة أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين. നിങ്ങൾ ചില ഈത്തപ്പനകളെ മുറിച്ചിട്ടതും ചിലതിനെ അവയുടെ മുരടുകളിൽ നിലനിർത്തിയതും അല്ലാഹുവിന്റെ അനുമതിയോടെ തന്നെയാണ്. അധർമ്മചാരികളെ അപമാനിതരാക്കാനാണത്. وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. അവരിൽ നിന്ന് അല്ലാഹു തന്റെ ദൂതന് അധീനപ്പെടുത്തിക്കൊടുത്ത ധനമുണ്ടല്ലോ, അതിനായി നിങ്ങൾക്ക് കുതിരകളെയും ഒട്ടകങ്ങളെയും ഓടിക്കേണ്ടി വന്നില്ല. എന്നാൽ അല്ലാഹു അവനാഗ്രഹിക്കുന്നവരുടെ മേൽ തന്റെ ദൂതന്മാർക്ക് ആധിപത്യമേകുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനല്ലോ. ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. വിവിധ നാടുകളിൽ നിന്ന് അല്ലാഹു അവന്റെ ദൂതന് നേടിക്കൊടുത്തതൊക്കെയും അല്ലാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമുള്ളതാണ്. സമ്പത്ത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങാതിരിക്കാനാണിത്. ദൈവദൂതൻ നിങ്ങൾക്ക് നൽകുന്നതെന്തോ അതു നിങ്ങൾ സ്വീകരിക്കുക, വിലക്കുന്നതെന്തോ അതിൽ നിന്ന് വിട്ടകലുകയും ചെയ്യുക. അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെ തീർച്ച. للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
തങ്ങളുടെ വീടുകളിൽ നിന്നും സ്വത്തുക്കളിൽ നിന്നും പുറന്തള്ളപ്പെട്ട് പലായനം ചെയ്തു വന്ന പാവങ്ങൾക്കുമുള്ളതാണ് യുദ്ധം മുതൽ. അള്ളാഹുവിൻ്റെ ഔദാര്യവും പ്രീതിയും തേടുന്നവരാണവർ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സഹായിക്കുന്നവരും. അവർ തന്നെയാണ് സത്യസന്ധർ. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അവരെത്തും മുമ്പേ സത്യവിശ്വാസം സ്വീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തവർക്കുമുള്ളതാണ് ആ യുദ്ധമുതൽ. പലായനം ചെയ്ത് തങ്ങളിലേക്കെത്തുന്നവരെ അവർ സ്നേഹിക്കുന്നു. അവർക്കു നൽകിയ സമ്പത്തിനോട് ഇവരുടെ മനസ്സുകളിൽ ഒട്ടും മോഹമില്ല. തങ്ങൾക്ക് തന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ പോലും അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. സ്വമനസ്സിന്റെ പിശുക്കിൽ നിന്ന് മോചിതരായവർ ആരോ അവർ തന്നെയാണ് വിജയം വരിച്ചവർ. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ യുദ്ധം മുതൽ അവർക്ക് ശേഷം വന്നെത്തിയവർക്കുമുള്ളതാണ്. അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്: ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്കും ഞങ്ങളുടെ മുമ്പേ സത്യവിശ്വാസം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പൊറുത്തു തരേണമേ. ഞങ്ങളുടെ മനസ്സുകളിൽ വിശ്വാസികളോട് ഒട്ടും വെറുപ്പുണ്ടാക്കരുതേ. ഞങ്ങളുടെ നാഥ, ഉറപ്പായും നീ ദയാപരനും പരമകാരുണികനുമല്ലോ. ألم تر إلى الذين نافقوا يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم ولا نطيع فيكم أحدا أبدا وإن قوتلتم لننصرنكم والله يشهد إنهم لكاذبون. കാപട്യം കാണിച്ചവരെ നീ കണ്ടില്ലേ? വേദക്കാരിലെ സത്യനിഷേധികളായ സഹോദരങ്ങളോട് അവർ പറയുന്നു: നിങ്ങൾ നാടുകടത്തപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളോടൊപ്പം ഞങ്ങളും പുറത്തുപോരും. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും മറ്റാരെയും അനുസരിക്കുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധമുണ്ടായാൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. എന്നാൽ ഈ കപടന്മാർ കള്ളം പറയുന്നവരാണെന്ന് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു. لئن أخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون. അവർ പുറത്താക്കപ്പെട്ടാൽ ഒരിക്കലും ഇക്കൂട്ടർ കൂടെ പുറത്തു പോവുകയില്ല. അവർ യുദ്ധത്തിനിരയായാൽ ഈ കപടന്മാർ അവരെ സഹായിക്കുകയുമില്ല. അഥവാ സഹായിക്കാനിറങ്ങിയാൽ തന്നെ പിന്തിരിഞ്ഞോടും തീർച്ച. പിന്നെ അവർക്ക് ഒരിടത്തുനിന്നും ഒരു സഹായവും ലഭിക്കുകയില്ല. لأنتم أشد رهبة في صدورهم من الله
ذلك بأنهم قوم لا يفقهون. ആ കപടവിശ്വാസികളുടെ മനസ്സുകളിൽ അല്ലാഹുവോടുള്ളതിലേറെ ഭയം നിങ്ങളോടാണ്. കാരണം അവരൊട്ടും കാര്യബോധമില്ലാത്ത ജനതയാണെന്നതു തന്നെ. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. ഭദ്രമായ കോട്ടകളോടുകൂടിയ പട്ടണങ്ങളിൽ വെച്ചോ വൻമതിലുകൾക്ക് പിറകെ ഒളിച്ചിരുന്നോ അല്ലാതെ അവരൊരിക്കലും ഒന്നായി നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. അവർക്കിടയിൽ പരസ്പര പോര് അതിരൂക്ഷമത്രേ. അവർ ഒറ്റക്കെട്ടാണെന്ന് നീ കരുതുന്നു, എന്നാൽ അവരുടെ മനസ്സുകൾ പലതാണ്. കാരണം അവർ കാര്യം ശരിയാം വിധം മനസ്സിലാക്കാത്തവരാണെന്നതു തന്നെ. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. അവർ അവരുടെ തൊട്ടു മുമ്പുള്ളവരെ പോലെ തന്നെയാണ്. അവർ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ദുഷ്ഫലം അനുഭവിച്ചു കഴിഞ്ഞു. ഇവർക്കും നോവേറിയ ശിക്ഷയുണ്ട്. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. പിശാചിനെപ്പോലെയാണ് ഇവർ. നീ അവിശ്വാസിയാവുക എന്ന് പിശാച് മനുഷ്യനോട് പറയും. അങ്ങനെ മനുഷ്യൻ അവിശ്വാസിയായാൽ പിശാച് പറയും, എനിക്ക് നീയുമായി ഒരു ബന്ധവുമില്ല, എനിക്ക് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ ഭയമാണ്. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. ഇരുവരുടെയും പര്യവസാനം നരകത്തിൽ നിത്യവാസികളാവുക എന്നതത്രേ. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ ദൈവഭക്തരാവുക. നാളേക്ക് വേണ്ടി താൻ തയ്യാറാക്കിയത് എന്തെന്ന് ഓരോ മനുഷ്യനും ആലോചിക്കട്ടെ. അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. അല്ലാഹുവെ മറന്നതിനാൽ സ്വയം വിസ്മൃതരാക്കി അല്ലാഹു മാറ്റിയ ജനത്തെപ്പോലെയാകരുത് നിങ്ങൾ. അവർ തന്നെയാണ് ദുർമാർഗികൾ. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. നരകവാസികളും സ്വർഗവാസികളും തുല്യരാവുകയില്ല. സ്വർഗവാസികളോ അവർ തന്നെയാണ് വിജയികൾ. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. നാം ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്മേലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ദൈവഭയത്താൽ അത് ഏറെ വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം നാം മനുഷ്യർക്കായി വിവരിക്കുകയാണ്.
അവർ ആലോചിച്ചറിയാൻ. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. അവനാണ് അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. കാണുന്നതും കാണാത്തതും അറിയുന്നവനാണവൻ. അവൻ ദയാപരനും കരുണാമയനുമാണ്. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അവനാണ് അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. രാജാധിരാജൻ, പരമപവിത്രൻ, സമാധാനദായകൻ, അഭയദാതാവ്, മേൽനോട്ടക്കാരൻ, അജയ്യൻ, പരമാധികാരി, സർവോന്നതൻ, എല്ലാം അവൻ തന്നെ. ജനം പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു ഏറെ പരിശുദ്ധനാണ്. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അവനാണ് അല്ലാഹു, സ്രഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവും അവൻ തന്നെ. വിശിഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാണ്. ആകാശഭൂമികളിലുള്ളവയെല്ലാം അവന്റെ മഹത്വം കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ അധ്യായം 60. അൽ മുംതഹിന. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 13. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة وقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. വിശ്വസിച്ചവരെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി സ്നേഹബന്ധം സ്ഥാപിച്ച് അവരെ രക്ഷാധികാരികളാക്കരുത്. നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നാഥനായ അല്ലാഹുവിൽ വിശ്വസിച്ചുവെന്നതിനാൽ അവർ ദൈവദൂതനെയും നിങ്ങളെയും നാടുകടത്തുന്നു. എന്റെ മാർഗത്തിൽ സമരം ചെയ്യാനും എന്റെ പ്രീതി നേടാനും തന്നെയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. എന്നാൽ നിങ്ങൾ അവരുമായി സ്വകാര്യത്തിൽ സ്നേഹബന്ധം പുലർത്തുകയാണ്. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതെല്ലാം ഞാൻ നന്നായി അറിയുന്നുണ്ട്. നിങ്ങളിൽ അങ്ങനെ ചെയ്യുന്നവർ നിശ്ചയമായും നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. يثقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون. നിങ്ങൾ അവരുടെ പിടിയിൽപ്പെട്ടാൽ നിങ്ങളോട് കൊടിയ ശത്രുത കാണിക്കുന്നവരാണ് അവർ. കൈയും നാവും ഉപയോഗിച്ച് അവർ നിങ്ങളെ ദ്രോഹിക്കും. നിങ്ങൾ സത്യനിഷേധികളായി തീർന്നെങ്കിൽ എന്ന് അവരാഗ്രഹിക്കുന്നു. لن تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بصير. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ
നിങ്ങളുടെ കുടുംബക്കാരോ മക്കളോ നിങ്ങൾക്കൊട്ടും ഉപകരിക്കുകയില്ല. അന്ന് അല്ലാഹു നിങ്ങളെ അന്യോന്യം വേർപിരിക്കും. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടറിയുന്നവനാണ്. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير. തീർച്ചയായും ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മഹിതമായ മാതൃകയുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇவ்விധം പറഞ്ഞ സന്ദർഭം: നിങ്ങളുമായോ അല്ലാഹുവെ വെടിഞ്ഞു നിങ്ങൾ ആരാധിക്കുന്നവയുമായോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങൾ നിങ്ങളെ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ വെറുപ്പും വിരോധവും പ്രകടമത്രേ. ഇതിൽ നിന്ന് വ്യത്യസ്തമായുള്ളത് ഇബ്രാഹിം തന്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞത് മാത്രമാണ്: തീർച്ചയായും ഞാൻ താങ്കളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കാം. എന്നാൽ അല്ലാഹുവിൽ നിന്ന് അങ്ങേക്ക് എന്തെങ്കിലും നേടിത്തരിക എന്നത് എന്റെ കഴിവിൽപ്പെട്ടതല്ല. അവർ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്നിൽ മാത്രം ഭരമേൽപ്പിക്കുന്നു, നിന്നിലേക്ക് മാത്രം ഖേദിച്ചു മടങ്ങുന്നു. അവസാനം ഞങ്ങൾ വന്നെത്തുന്നതും നിന്റെ അടുത്തേക്ക് തന്നെ. ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, സത്യനിഷേധികൾക്കുള്ള പരീക്ഷണങ്ങൾക്ക് ഞങ്ങളെ നീ വിധേയരാക്കരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ. നീ അജയ്യനും യുക്തിജ്ഞനുമല്ലോ. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتول فإن الله هو الغني الحميد. നിങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃകയുണ്ട്. ആരെങ്കിലും അതിനെ നിരാകരിക്കുന്നുവെങ്കിൽ അറിയുക, നിശ്ചയം അല്ലാഹു ആശ്രയമാവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാകുന്നു. عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم. നിങ്ങൾക്കും നിങ്ങൾ ശത്രുത പുലർത്തുന്നവർക്കുമിടയിൽ അല്ലാഹു ഒരു വേള സൗഹൃദം സ്ഥാപിച്ചേക്കാം. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. മതത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കുകയോ ചെയ്യാത്തവരോട് നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അല്ലാഹു വിലക്കുന്നില്ല. നീതി കാട്ടുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم أن تولوهم
ومن يتولهم فأولئك هم الظالمون. മതത്തിന്റെ പേരിൽ നിങ്ങളോട് പൊരുതുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കാൻ പരസ്പരം സഹായിക്കുകയും ചെയ്തവരെ ആത്മമിത്രങ്ങളാക്കുന്നത് മാത്രമാണ് അല്ലാഹു വിലക്കിയിട്ടുള്ളത്. അത്തരക്കാരെ ആത്മമിത്രങ്ങളാക്കുന്നവരാരോ അവർ തന്നെയാണ് അക്രമികൾ. يا أيها الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنوهن الله أعلم بإيمانهن فإن علمتموهن مؤمنات فلا ترجعوهن إلى الكفار لا هن حل لهم ولا هم يحلون لهم وآتوهم ما أنفقوا ولا جناح عليكم أن تنكحوهن إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم. വിശ്വസിച്ചവരെ, വിശ്വാസിനികൾ അഭയം തേടി നിങ്ങളെ സമീപിച്ചാൽ അവരെ പരീക്ഷിച്ചു നോക്കുക. അവരുടെ വിശ്വാസവിശുദ്ധിയെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നു. അവർ യഥാർത്ഥ വിശ്വാസിനികളാണെന്ന് ബോധ്യമായാൽ പിന്നെ നിങ്ങൾ അവരെ സത്യനിഷേധികളിലേക്ക് തിരിച്ചയക്കരുത്. ആ വിശ്വാസിനികൾ സത്യനിഷേധികൾക്ക് അനുവദിക്കപ്പെട്ടവരല്ല. ആ സത്യനിഷേധികൾ വിശ്വാസിനികൾക്കും അനുവദനീയരല്ല. അവർ വ്യയം ചെയ്തത് നിങ്ങൾ അവർക്ക് മടക്കിക്കൊടുക്കുക. നിങ്ങൾ അവരെ വിവാഹം ചെയ്യുന്നതിന് വിലക്കൊന്നുമില്ല, അവർക്ക് അവരുടെ വിവാഹമൂല്യം നൽകുകയാണെങ്കിൽ. സത്യനിഷേധിനികളുമായുള്ള വിവാഹബന്ധം നിങ്ങളും നിലനിർത്തരുത്. നിങ്ങൾ അവർക്ക് നൽകിയത് തിരിച്ചു ചോദിക്കുക. അവർ ചെലവഴിച്ചതെന്തോ അതത്രയും അവരും ആവശ്യപ്പെട്ടുകൊള്ളട്ടെ. അതാണ് അല്ലാഹുവിന്റെ വിധി. അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാണ്. وَإِن فَاتَكُمْ شَيْءٌ مِّنْ أَزْوَاجِكُمْ إِلَى الْكُفَّارِ فَعَاقَبْتُمْ فَآتُوا الَّذِينَ ذَهَبَتْ أَزْوَاجُهُم مِّثْلَ مَا أَنفَقُوا وَاتَّقُوا اللَّهَ الَّذِي أَنتُم بِهِ مُؤْمِنُونَ. സത്യനിഷേധികളിലേക്ക് പോയ നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകിയ വിവാഹമൂല്യം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതെ നഷ്ടപ്പെടുകയും എന്നിട്ട് നിങ്ങൾ അനന്തര നടപടി സ്വീകരിക്കുകയും ചെയ്താൽ ആരുടെ ഭാര്യമാരാണോ നഷ്ടപ്പെട്ടത് അവർ നൽകിയ വിവാഹമൂല്യത്തിന് തുല്യമായ തുക അവർക്ക് നൽകുക. നിങ്ങൾ വിശ്വസിച്ചംഗീകരിച്ച അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم. പ്രവാചകരെ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, വ്യഭിചരിക്കുകയില്ല, സന്താനഹത്യ നടത്തുകയില്ല, തങ്ങളുടെ കൈകാലുകൾക്കിടയിൽ യാതൊരു വ്യാജവും മെനഞ്ഞുണ്ടാക്കുകയില്ല, നല്ല കാര്യത്തിലൊന്നും നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ല
എന്നിങ്ങനെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യവിശ്വാസിനികൾ നിന്നെ സമീപിച്ചാൽ അവരുടെ പ്രതിജ്ഞ സ്വീകരിച്ചുകൊള്ളുക. അവർക്ക് വേണ്ടി അള്ളാഹുവോട് പാപമോചനം തേടുക. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم قد يئسوا من الآخرة كما يئس الكفار من أصحاب القبور. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കോപത്തിനിരയായ ജനത്തെ നിങ്ങൾ രക്ഷാധികാരികളാക്കരുത്. അവർ പരലോകത്തെപ്പറ്റി തീർത്തും നിരാശരായിരിക്കുന്നു. ശവക്കുഴിയിലുള്ളവരെ സംബന്ധിച്ച് സത്യനിഷേധികൾ നിരാശരായ പോലെ. അധ്യായം 61. അസ്സഫ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 14. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഹുവൽ അസീസുൽ ഹകീം. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അള്ളാഹുവിന്റെ മഹത്വം കീർത്തിച്ചിരിക്കുന്നു. അവൻ അജയ്യനും യുക്തിജ്ഞനും തന്നെ. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ചെയ്യാത്തത് പറയുന്നതെന്തിനാണ്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. കരുത്തുറ്റ മതിൽക്കെട്ട് പോലെ അണിചേർന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടുന്നവരെയാണ് അവൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ لِمَ تُؤْذُونَنِي وَقَدْ تَعْلَمُونَ أَنِّي رَسُولُ اللَّهِ إِلَيْكُمْ فَلَمَّا زَاغُوا أَزَاغَ اللَّهُ قُلُوبَهُمْ وَاللَّهُ لَا يَهْدِي الْقَوْمَ الْفَاسِقِينَ. മൂസ തന്റെ ജനതയോട് പറഞ്ഞത് ഓർക്കുക. എന്റെ ജനമേ, നിങ്ങളെന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്? നിശ്ചയമായും നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണെന്ന്. അങ്ങനെ അവർ വഴിപിഴച്ചപ്പോൾ അള്ളാഹു അവരുടെ മനസ്സുകളെ നേർവഴിയിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അധർമ്മകാരികളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ وَمُبَشِّرًا بِرَسُولٍ يَأْتِي مِن بَعْدِ اسْمُهُ أَحْمَدُ فَلَمَّا جَاءَهُم بِالْبَيِّنَاتِ قَالُوا هَذَا سِحْرٌ مُبِينٌ. മറിയമിന്റെ മകൻ ഈസാ പറഞ്ഞത് ഓർക്കുക. ഇസ്രയേൽ മക്കളെ, ഞാൻ നിങ്ങളിലേക്കുള്ള ദൈവദൂതനാണ്. എനിക്ക് മുമ്പേ അവതീർണമായ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവൻ, എനിക്കു ശേഷം ആഗതനാകുന്ന അഹമ്മദ് എന്നു പേരുള്ള ദൈവദൂതനെ സംബന്ധിച്ച് സുവാർത്ത അറിയിക്കുന്നവനും. അങ്ങനെ അദ്ദേഹം തെളിഞ്ഞ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായും ഒരു മായാജാലം തന്നെ. وَمَنْ أَظْلَمُ مِمَّنِ افْتَرَى عَلَى اللَّهِ الْكَذِبَ وَهُوَ يُدْعَى إِلَى الْإِسْلَامِ وَاللَّهُ لَا يَهْدِي الْقَوْمَ الظَّالِمِينَ. അള്ളാഹുവിനെക്കുറിച്ച് കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? അതും അവൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ. അള്ളാഹു അക്രമികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല.
يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർണ്ണമായി പരത്തുക തന്നെ ചെയ്യും. സത്യനിഷേധികൾക്ക് അതെത്ര അരോചകമാണെങ്കിലും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹുവാണ് തന്റെ ദൂതനെ നേർമാർഗവും സത്യമതവുമായി നിയോഗിച്ചത്, മറ്റെല്ലാ ജീവിതക്രമങ്ങളെക്കാളും അതിനെ വിജയിപ്പിച്ചെടുക്കാൻ. ബഹുദൈവാരാധകർക്ക് അതെത്ര അനിഷ്ടകരമാണെങ്കിലും. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വിശ്വസിച്ചവരെ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യാപാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കലാണത്. നിങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ ദാലികൽ ഫൗസുൽ അദീം. എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുത്തു തരും. താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. സ്ഥിരജീവിതത്തിനായൊരുക്കിയ സ്വർഗീയാരാമങ്ങളിലെ വിശിഷ്ടമായ വാസസ്ഥലങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. ഇതത്രേ അതിമഹത്തായ വിജയം. വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ് വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങൾ അഭിലഷിക്കുന്ന മറ്റൊരനുഗ്രഹവും നിങ്ങൾക്ക് അവൻ നൽകും. അല്ലാഹുവിൽ നിന്നുള്ള സഹായവും ആസന്ന വിജയവുമാണത്. ഈ ശുഭവാർത്ത സത്യവിശ്വാസികളെ അറിയിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹി കമാ ഖാല ഈസ ഇബ്നു മർയമ ലിൽ ഹവാരിയ്യീൻ كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവുക. മറിയമിന്റെ മകൻ ഈസ ഹവാരികളോട് ചോദിച്ച പോലെ, ദൈവമാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങളുണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ സഹായികളായി. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഒരു വിഭാഗം വിശ്വസിക്കുകയും മറ്റൊരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. പിന്നെ വിശ്വസിച്ചവർക്ക് നാം അവരുടെ ശത്രുക്കളെ തുരത്താനുള്ള കരുത്ത് നൽകി. അങ്ങനെ അവർ അധ്യായം 62 അൽ ജുമുഅ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ രാജാധിരാജനാണ്, പരമപരിശുദ്ധനാണ്, പ്രതാപിയാണ്, യുക്തിജ്ഞനും. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. നിരക്ഷരർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ദൂതനെ നിയോഗിച്ചത് അവനാണ്. അദ്ദേഹം അവർക്ക് അല്ലാഹുവിന്റെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദവും തത്വജ്ഞാനവും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത മറ്റുള്ളവരിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ടവനാണ് അദ്ദേഹം. അല്ലാഹു പ്രതാപിയും യുക്തിജ്ഞനുമല്ലോ. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. പ്രവാചകത്വം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അവൻ ആഗ്രഹിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അതിമഹത്തായ അനുഗ്രഹത്തിനുടമയാണ് അല്ലാഹു. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. തൗറാത്തിന്റെ വാഹകരാക്കുകയും എന്നിട്ടത് വഹിക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉപമയിത. ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുതയെപ്പോലെയാണവർ. അല്ലാഹുവിന്റെ സൂക്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരുടെ ഉപമ വളരെ നീചം തന്നെ. ഇത്തരം അക്രമികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. قل يا أيها الذين هادوا إن زعمتم أنكم أولياء لله من دون الناس فتمنوا الموت إن كنتم صادقين. പറയുക, ജൂതന്മാരായവരെ, മറ്റു മനുഷ്യരെയൊക്കെ മാറ്റി നിർത്തി നിങ്ങൾ മാത്രമാണ് ദൈവത്തിന്റെ അടുത്ത ആൾക്കാരെന്ന് വാദിക്കുന്നുവെങ്കിൽ മരണം കൊതിക്കുക, നിങ്ങൾ സത്യവാദികളെങ്കിൽ. ولا يتمنونه أبدا بما قدمت أيديهم والله عليم بالظالمين. എന്നാൽ അവരൊരിക്കലും അത് കൊതിക്കുന്നില്ല. അവരുടെ കരങ്ങൾ നേരത്തെ ചെയ്ത ദുഷ്കൃത്യങ്ങളാണതിനു കാരണം. അല്ലാഹു ഈ അക്രമികളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. പറയുക, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത്, ഉറപ്പായും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. പിന്നെ അകവും പുറവും നന്നായി അറിയുന്നവന്റെ മുന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ നിങ്ങളെ വിശദമായി വിവരമറിയിക്കും. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. വിശ്വസിച്ചവരെ,
വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ ദൈവസ്മരണയിലേക്ക് തിടുക്കത്തോടെ ചെന്നെത്തുക. കച്ചവടക്കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. പിന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ പരക്കുക, അല്ലാഹുവിന്റെ അനുഗ്രഹം തേടുകയും അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം വരിച്ചേക്കാം. وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِّنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ. വല്ല വ്യാപാരക്കാര്യമോ വിനോദവൃത്തിയോ കണ്ടാൽ നിന്നെ നിന്ന നിൽപ്പിൽ വിട്ട് അവർ അങ്ങോട്ട് തിരിയുന്നുവല്ലോ. പറയുക, അല്ലാഹുവിന്റെ പക്കലുള്ളത് വിനോദത്തെക്കാളും വ്യാപാരത്തെക്കാളും വിശിഷ്ടമാകുന്നു. വിഭവദാതാക്കളിൽ അത്യുത്തമൻ അല്ലാഹു തന്നെ. അധ്യായം 63. അൽ മുനാഫിഖൂൻ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹി വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. കപടവിശ്വാസികൾ നിന്റെ അടുത്തു വന്നാൽ പറയും, തീർച്ചയായും അങ്ങ് അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിനറിയാം, നിശ്ചയമായും നീ അവന്റെ ദൂതനാണെന്ന്. കപടവിശ്വാസികൾ കള്ളം പറയുന്നവരാണെന്ന് അല്ലാഹുവും സാക്ഷ്യം വഹിക്കുന്നു. ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ് ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അവർ തങ്ങളുടെ ശബദങ്ങളെ പരിചയാക്കുകയാണ്. അങ്ങനെ അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയുന്നു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നീചം തന്നെ. ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. അവർ ആദ്യം വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും ചെയ്തതിന്റെ ഫലമാണത്. അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ മുദ്രവയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവർക്കൊന്നും തിരിച്ചറിയാനാവുന്നില്ല. وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ كَأَنَّهُمْ خُشُبٌ مُّسَنَّدَةٌ يَحْسَبُونَ كُلَّ صَيْحَةٍ عَلَيْهِمْ هُمُ الْعَدُوُّ فَاحْذَرْهُمْ قَاتَلَهُمُ اللَّهُ അന്നാ യുഫകൂൻ. നീ അവരെ കണ്ടാൽ അവരുടെ ആകാരം നിന്നെ വിസ്മയഭരിതനാക്കും. അവർ സംസാരിച്ചാലോ അവരുടെ വാക്കുകൾ നീ കേട്ടിരുന്നു പോകും. ചാരിവച്ച മരത്തടികൾ പോലെയാണ് അവർ. എല്ലാ ഒച്ചയും തങ്ങൾക്കെതിരാണെന്ന് അവർ കരുതുന്നു. അവർ തന്നെയാണ് ശത്രു. അവരെ സൂക്ഷിക്കുക. അല്ലാഹു അവരെ തുലയ്ക്കട്ടെ. എവിടേക്കാണവർ വഴിതെറ്റിപ്പോകുന്നത്? وَإِذَا قِيلَ لَهُمْ تَعَالَوْا يَسْتَغْفِرْ لَكُمْ رَسُولُ اللَّهِ لَوَّوْا رُؤُوسَهُمْ وَرَأَيْتَهُمْ يَصُدُّونَ وَهُمْ مُسْتَكْبِرُونَ. വരിക, ദൈവദൂതൻ നിങ്ങളുടെ പാപമോചനത്തിനായി പ്രാർത്ഥിച്ചുകൊള്ളുമെന്ന് പറഞ്ഞാൽ അവർ
തങ്ങളുടെ തല തിരിച്ചുകളയും. അഹങ്കാരപൂർവം അവർ വരാൻ വിസമ്മതിക്കുന്നതായി നിനക്കു കാണാം. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നീ അവരുടെ പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിക്കാതിരിക്കുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. അധർമ്മികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫദ്ദൂ വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദി വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. ദൈവദൂതന്റെ കൂടെയുള്ളവർക്ക് അവരദ്ദേഹത്തെ വിട്ടുപിരിയും വരെ നിങ്ങളൊന്നും ചെലവഴിക്കരുത് എന്ന് പറയുന്നവരാണല്ലോ അവർ. എന്നാൽ ആകാശഭൂമികളുടെ ഖജനാവുകൾ അല്ലാഹുവിൻ്റേതാണ്. പക്ഷേ കപടവിശ്വാസികൾ ഇത് മനസ്സിലാക്കുന്നില്ല. യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സതു വലിറസൂലിഹി വലിൽമുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അവർ പറയുന്നു, ഞങ്ങൾ മദീനയിൽ തിരിച്ചെത്തിയാൽ അവിടെ നിന്ന് പ്രതാപികൾ പതിതരെ പുറം തള്ളുക തന്നെ ചെയ്യും. എന്നാൽ പ്രതാപമൊക്കെയും അല്ലാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ്. പക്ഷേ കപടവിശ്വാസികൾ അതറിയുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വസിച്ചവരെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ദൈവചിന്തയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. ആർ അങ്ങനെ ചെയ്യുന്നുവോ അവരത്രേ നഷ്ടം പറ്റിയവർ. وَأَنفِقُوا مِمَّا رَزَقْنَاكُم مِّن قَبْلِ أَن يَأْتِيَ أَحَدَكُمُ الْمَوْتُ فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണം വന്നെത്തും മുമ്പേ നിങ്ങൾ ഓരോരുത്തരും നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് ചെലവഴിക്കുക. അപ്പോഴവൻ പറയും, എന്റെ നാഥ, അടുത്ത ഒരവധി വരെ എനിക്ക് സമയം നീട്ടിത്തരാത്തതെന്ത്? എങ്കിൽ ഞാൻ ദാനം നൽകാം, സജ്ജനങ്ങളിലുൾപ്പെട്ടവനാകാം. വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അവധി ആസന്നമായാൽ പിന്നെ അല്ലാഹു ആർക്കും അത് നീട്ടിക്കൊടുക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അധ്യായം 64. അത്തആബുൻ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 18. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളിലുള്ളവയൊക്കെയും അല്ലാഹുവിനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണ് ആധിപത്യം, അവനാണ് സർവസ്തുതിയും. അവൻ
എല്ലാറ്റിനും കഴിവുറ്റവൻ. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. നിങ്ങളിൽ സത്യനിഷേധികളുണ്ട്, സത്യവിശ്വാസികളുമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അല്ലാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യനിഷ്ഠയോടെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് അവൻ രൂപമേകി. നിങ്ങളുടെ രൂപം അവൻ ആകർഷകമാക്കുകയും ചെയ്തു. നിങ്ങളുടെ തിരിച്ചുപോക്ക് അവങ്കലേക്കാണ്. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ അറിയുന്നു. നിങ്ങൾ ഒളിച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമെല്ലാം അവൻ അറിയുന്നു. മനസ്സിലുള്ളതുപോലും അറിയുന്നവനാണ് അല്ലാഹു. ألم يأتكم نبأ الذين كفروا من قبل فذاقوا وبال أمرهم ولهم عذاب أليم. മുമ്പ് സത്യനിഷേധികളാവുകയും അങ്ങനെ തങ്ങളുടെ ദുർവൃത്തികളുടെ കെടുതി അനുഭവിക്കുകയും ചെയ്തവരുടെ വിവരം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? ഇനി അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. അതെന്തുകൊണ്ടെന്നാൽ അവർക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു വന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അവർ പറഞ്ഞു, കേവലം ഒരു മനുഷ്യൻ ഞങ്ങളെ വഴികാട്ടുകയോ? അങ്ങനെ അവർ അവിശ്വസിച്ചു, പിന്തിരിയുകയും ചെയ്തു. അല്ലാഹുവിന് അവരുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലാഹു ആശ്രയം ആവശ്യമില്ലാത്തവനും സ്തുത്യർഹനുമാണ്. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. സത്യനിഷേധികൾ വാദിച്ചു, തങ്ങൾ ഒരിക്കലും ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന്. പറയുക, എന്റെ നാഥൻ സാക്ഷി, നിങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളെ വിവരമറിയിക്കും. തീർച്ച അത് അല്ലാഹുവിന് നന്നേ എളുപ്പമാണ്. فآمنوا بالله ورسوله والنور الذي أنزلنا والله بما تعملون خبير. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും നാം ഇറക്കിത്തന്ന വെളിച്ചത്തിലും വിശ്വസിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. ആ മഹാസംഗമ ദിവസം അല്ലാഹു നിങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓർക്കുക, അതത്രേ ലാഭഛേദങ്ങളുടെ ദിവസം. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ്
അതിമഹത്തായ വിജയം. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار خالدين فيها وبئس المصير. സത്യത്തെ തള്ളിപ്പറയുകയും നമ്മുടെ സൂക്തങ്ങളെ കളവാക്കുകയും ചെയ്തവരോ അവരാണ് നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. എത്ര ചീത്ത സങ്കേതം. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആർക്കും ഒരാപത്തും സംഭവിക്കുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാരോ അവന്റെ മനസ്സിനെ അവൻ നേർവഴിയിലാക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെയും അനുസരിക്കുക. അഥവാ നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ സത്യസന്ദേശം എത്തിച്ചു തരിക എന്നതല്ലാതെ നമ്മുടെ ദൂതന് മറ്റു ബാധ്യതകളൊന്നുമില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വിശ്വസിച്ചവരെ, നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതിനാൽ അവരെ സൂക്ഷിക്കുക. എന്നാൽ നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പൊറുത്തു കൊടുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അറിയുക, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്നഹ വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാണ്. അല്ലാഹുവിങ്കലത്രേ അതിമഹത്തായ പ്രതിഫലം. ഫത്തഖുല്ലാഹ മസ്തതഅ്തും വസ്മഉ വഅതീഉ വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസികും ومن يوق شح نفسه فأولئك هم المفلحون. അതിനാൽ ആവുന്നത്ര നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ധനം ചെലവ് ചെയ്യുക, അത് നിങ്ങൾക്കു തന്നെ ഗുണകരമായിരിക്കും. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് വിടുതി നേടുന്നവരാരോ അവരാകുന്നു വിജയികൾ. ഇൻ തുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ യുദാഇഫ്ഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശകൂറുൻ ഹലീം. നിങ്ങൾ അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുകയാണെങ്കിൽ അവൻ നിങ്ങൾക്കത് ഇരട്ടിയായി മടക്കിത്തരും. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. അല്ലാഹു ഏറെ നന്ദി കാണിക്കുന്നവനും ക്ഷമാലുവുമാകുന്നു. ആലിമുൽ ഗൈബി വശ്ശഹാദത്തിൽ അസീസുൽ ഹകീം. തെളിഞ്ഞതും ഒളിഞ്ഞതും അറിയുന്നവനാണവൻ, പ്രതാപ. അധ്യായം 65. അത്വലാഖ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ഇദാ ത്വല്ലഖ്തുമുൻ നിസാഅ ഫത്വല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിന്ന വഅഹ്സുൽ ഇദ്ദഹ വത്തഖുല്ലാഹ റബ്ബക്കും
لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. നബിയെ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇദ്ദ തുടങ്ങാനുള്ള അവസരത്തിൽ വിവാഹമോചനം നടത്തുക. ഇദ്ദകാലം നിങ്ങൾ കൃത്യമായി കണക്കാക്കുക. നിങ്ങളുടെ നാഥനായ അല്ലാഹുവെ സൂക്ഷിക്കുക. ഇദ്ദാവേളയിൽ അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളരുത്. അവർ സ്വയം ഇറങ്ങിപ്പോവുകയുമരുത്. അവർ വ്യക്തമായ ദുർവൃത്തിയിലേർപ്പെട്ടാലല്ലാതെ. അല്ലാഹുവിന്റെ നിയമപരിധികളാണിവ. അല്ലാഹുവിന്റെ പരിധികൾ ലംഘിക്കുന്നവൻ തന്നോട് തന്നെയാണ് അക്രമം ചെയ്യുന്നത്. അതിനുശേഷം അല്ലാഹു വല്ല പുതിയ കാര്യവും ചെയ്തേക്കാം, നിനക്കത് അറിയില്ല. فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا. അവരുടെ ഇദ്ദാ കാലാവധി എത്തിയാൽ നല്ല നിലയിൽ അവരെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ മാന്യമായ നിലയിൽ അവരുമായി വേർപിരിയുക. നിങ്ങളിൽ നീതിമാന്മാരായ 2 പേരെ അതിന് സാക്ഷികളാക്കുക. സാക്ഷികളെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നേരാം വിധം സാക്ഷ്യം വഹിക്കുക. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന ഉപദേശമാണിത്. അല്ലാഹുവോട് ഭക്തി കാണിക്കുന്നവന് അല്ലാഹു രക്ഷാമാർഗമൊരുക്കിക്കൊടുക്കും. ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. അവൻ വിചാരിക്കാത്ത വിധം അവന് ആഹാരം നൽകും. എല്ലാം അല്ലാഹുവിൽ അർപ്പിക്കുന്നവന് അല്ലാഹു തന്നെ മതി. അല്ലാഹു അവന്റെ കാര്യം നിറവേറ്റുക തന്നെ ചെയ്യും. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن 3 أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചവരുടെ ഇദ്ദാകാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിയുക. അവരുടെ ഇദ്ദാകാലം 3 മാസമാണ്. ഋതുമതികളായിട്ടില്ലാത്തവരുടേതും ഇതുതന്നെ. ഗർഭിണികളുടെ കാലാവധി അവർ പ്രസവിക്കുന്നതുവരെയാകുന്നു. ആർ അല്ലാഹുവോട് ഭക്തിയുള്ളവരാകുന്നുവോ അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കും. ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. ഇത് നിങ്ങൾക്കായി അല്ലാഹു അവതരിപ്പിച്ച കൽപ്പനയാണ്. അല്ലാഹുവോട് ഭക്തി കാണിക്കുന്നവന്റെ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുകയും അവന്റെ പ്രതിഫലം അവന് മെച്ചപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن
فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. നിങ്ങളുടെ കഴിവിനൊത്ത വിധം ഇദ്ദാവേളയിൽ അവരെ നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ താമസിപ്പിക്കുക. അവർക്ക് ഇടുക്കമുണ്ടാക്കും വിധം നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത്. അവർ ഗർഭിണികളാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കുക. അവർ നിങ്ങൾക്കായി കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നുവെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലവും നൽകുക. അക്കാര്യം നിങ്ങൾ നല്ല നിലയിൽ അന്യോന്യം കൂടിയാലോചിച്ച് തീരുമാനിക്കുക. എന്നാൽ നിങ്ങൾക്കിരുവർക്കും അത് പ്രയാസകരമാവുകയാണെങ്കിൽ അയാൾക്കു വേണ്ടി മറ്റൊരുവൾ മുലയൂട്ടട്ടെ. لينفق ذو سعة من سعته ومن قدر عليه رزقه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. സമ്പന്നൻ തന്റെ കഴിവിനനുസരിച്ച് ചെലവ് ചെയ്യണം. തന്റെ ഉപജീവനത്തിന് ഇടുക്കമനുഭവിക്കുന്നവൻ അല്ലാഹു അവന് നൽകിയതിൽ നിന്ന് ചെലവിന് നൽകട്ടെ. അല്ലാഹു ആരെയും അയാൾക്കേകിയ കഴിവിൽ കവിഞ്ഞതിന് നിർബന്ധിക്കുന്നില്ല. പ്രയാസത്തിനു ശേഷം അല്ലാഹു എളുപ്പം ഉണ്ടാക്കിക്കൊടുക്കുന്നു. وكأين من قرية عتت عن أمر ربها ورسله فحاسبناها حسابا شديدا وعذبناها عذابا نكرا. എത്രയോ നാടുകൾ അവയുടെ നാഥന്റെയും അവന്റെ ദൂതന്മാരുടെയും കൽപ്പനകൾ നിരാകരിച്ച് ധിക്കാരം പ്രവർത്തിച്ചു. അപ്പോൾ നാം അവയെ കർക്കശമായ വിചാരണയ്ക്ക് വിധേയമാക്കി കൊടിയ ശിക്ഷ നൽകുകയും ചെയ്തു. فذاقت وبال أمرها وكان عاقبة أمرها خسرا. അങ്ങനെ അവ ആ ചെയ്തികളുടെ കെടുതികൾ അനുഭവിച്ചു. കൊടിയ നഷ്ടമായിരുന്നു അതിന്റെ അന്ത്യം. أعد الله لهم عذابا شديدا فاتقوا الله يا أولي الألباب الذين آمنوا قد أنزل الله إليكم ذكرا. അല്ലാഹു അവർക്ക് കഠിന ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട്. അതിനാൽ സത്യവിശ്വാസം സ്വീകരിച്ച ബുദ്ധിമാന്മാരെ, നിങ്ങൾ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക. നിശ്ചയം അല്ലാഹു നിങ്ങൾക്കായി ഒരു ഉദ്ബോധനം നൽകിയിരിക്കുകയാണ്. റസൂലൻ യത്ലൂ അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി മിനദ്ദുലുമാതി ഇലന്നൂർ ومن يؤمن بالله ويعمل صالحا يدخله جنات تجري من تحتها الأنهار خالدين فيها أبدا قد أحسن الله له رزقا. അല്ലാഹുവിന്റെ സുവ്യക്തമായ സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കുന്ന ഒരു ദൂതനെ അവൻ നിയോഗിച്ചിരിക്കുന്നു. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവൻ അതിൽ നിത്യവാസിയായിരിക്കും. അല്ലാഹു അവന് വിശിഷ്ട വിഭവങ്ങളാണ് നൽകുക. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن
لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഭൂമിയിൽ നിന്നും അതുപോലെയുള്ളവയെ അവൻ സൃഷ്ടിച്ചു. അവയ്ക്കിടയിൽ അവന്റെ കൽപ്പനകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണെന്നും അവന്റെ അറിവ് സകല സംഗതികളെയും ചൂഴ്ന്നു നിൽക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇவ்விധം വിശദീകരിക്കുന്നത്. അധ്യായം 66 അത്തഹരീം. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർദാത അസ്വാജിക വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, നീ എന്തിനാണ് ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ച് അല്ലാഹു അനുവദനീയമാക്കിയത് നിഷിദ്ധമാക്കുന്നത്? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. ഖദ് ഫറദല്ലാഹു ലക്കും തഹില്ലത അയ്മാനികും വല്ലാഹു മൗലാകും വഹുവൽ അലീമുൽ ഹകീം. നിങ്ങളുടെ ശബദ്ധങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ, സർവജ്ഞനും യുക്തിമാനുമാണ് അവൻ. وَإِذْ أَسَرَّ النَّبِيُّ إِلَى بَعْضِ أَزْوَاجِهِ حَدِيثًا فَلَمَّا نَبَّأَتْ بِهِ وَأَظْهَرَهُ اللَّهُ عَلَيْهِ عَرَّفَ بَعْضَهُ وَأَعْرَضَ عَن بَعْضٍ فَلَمَّا نَبَّأَهَا بِهِ قَالَتْ مَنْ أَنبَأَكَ هَذَا قال نبأني العليم الخبير. പ്രവാചകൻ തന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു രഹസ്യവർത്തമാനം പറഞ്ഞു. അവരത് മറ്റൊരാളെ അറിയിച്ചു. രഹസ്യം പരസ്യമായ വിവരം അല്ലാഹു പ്രവാചകനെ ധരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിലെ ചില വശങ്ങൾ ആ ഭാര്യയെ അറിയിച്ചു, ചില വശം ഒഴിവാക്കുകയും ചെയ്തു. ഇക്കാര്യം പ്രവാചകൻ അവരോട് പറഞ്ഞപ്പോൾ, ആരാണിത് താങ്കളെ അറിയിച്ചതെന്ന് അവർ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായവനാണ് എന്നെ വിവരമറിയിച്ചത്. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ളഹീർ. നിങ്ങൾ ഇരുവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. കാരണം നിങ്ങൾ ഇരുവരുടെയും മനസ്സുകൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അഥവാ നിങ്ങൾ ഇരുവരും അദ്ദേഹത്തിനെതിരെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അറിയുക, അല്ലാഹുവാണ് അദ്ദേഹത്തിന്റെ രക്ഷകൻ. പിന്നെ ജിബിരിയിലും സച്ചരിതരായ മുഴുവൻ സത്യവിശ്വാസികളും മലക്കുകളുമെല്ലാം അദ്ദേഹത്തിന്റെ സഹായികളാണ്. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. പ്രവാചകൻ നിങ്ങളെയൊക്കെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ പകരം അല്ലാഹു അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ നൽകിയേക്കാം. മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തരും പശ്ചാത്തപിക്കുന്നവരും ആരാധനാനിരതരും വ്രതനിഷ്ഠരും വിധവകളും കന്യകകളുമായ സ്ത്രീകളെ.
يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. വിശ്വസിച്ചവരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അതിന്റെ മേൽനോട്ടത്തിന് പരുഷപ്രകൃതരും ശക്തരുമായ മലക്കുകളാണുണ്ടാവുക. അല്ലാഹുവിന്റെ ആജ്ഞകളെ അവർ അല്പം പോലും ലംഘിക്കുകയില്ല. അവരോട് ആജ്ഞാപിക്കുന്നതൊക്കെ അതേപടി പ്രാവർത്തികമാക്കുന്നതുമാണ്. യാ അയ്യുഹല്ലദീന കഫറൂ ലാ തഅ്തദിറുൽ യൗം ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. സത്യനിഷേധികളെ, നിങ്ങൾ ഇന്ന് ഒഴികഴിവൊന്നും പറയാൻ നോക്കേണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ നൽകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹൻ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവോട് പശ്ചാത്തപിക്കുക. ആത്മാർത്ഥമായ പശ്ചാത്താപം. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചുകളയുകയും താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അല്ലാഹു തന്റെ പ്രവാചകനെയും കൂടെയുള്ള വിശ്വാസികളെയും നിന്ദിക്കാത്ത ദിനമാണത്. അവരുടെ മുന്നിലും വലതുഭാഗത്തും തങ്ങളുടെ തന്നെ പ്രകാശം പ്രസരിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങളോട് നീ പൊറുക്കണമേ. നീ എല്ലാറ്റിനും കഴിവുറ്റവൻ തന്നെ, തീർച്ച. യാ അയ്യുഹൻ നബിയ്യു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീന വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നമ വബിഅ്സൽ മസീർ. പ്രവാചകരെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക. അവരോട് കർക്കശമായി പെരുമാറുക. അവരുടെ സങ്കേതം നരകമാകുന്നു. എത്ര ചീത്ത സങ്കേതം. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അല്ലാഹു നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ എടുത്തു കാണിക്കുന്നു. അവരിരുവരും സദ്വൃത്തരായ നമ്മുടെ 2 ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു. എന്നിട്ടും അവരിരുവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അതിനാൽ അവരിരുവർക്കും അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാര്യത്തിൽ
ഭർത്താക്കന്മാരൊട്ടും ഉപകാരപ്പെട്ടില്ല. ഇരുവരോടും പറഞ്ഞത് ഇതായിരുന്നു: നരകയാത്രികരോടൊപ്പം നിങ്ങൾ ഇരുവരും അതിൽ പ്രവേശിക്കുക. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു ഫിർഔന്റെ പത്നിയെ എടുത്തു കാണിക്കുന്നു. അവർ അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ നാഥ, എനിക്ക് നിന്റെ അടുത്ത് സ്വർഗത്തിലൊരു വീട് ഉണ്ടാക്കിത്തരണമേ. ഫിർഔനിൽ നിന്നും അയാളുടെ ദുർവൃത്തിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അക്രമികളായ ജനത്തിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. അവർ തന്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ചു. അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. അവളോ തന്റെ നാഥനിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി. അവൾ ഭക്തരിൽപ്പെട്ടവളായിരുന്നു.